മൊബൈല് അദ്ദേഹം ബുദ്ധിപൂർവ്വമാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഞാനത് പറയാൻ പാടില്ല, എന്നാലും ഞാൻ പറയുകയാണ്. അദ്ദേഹം ലാപ്ടോപ്പ് എന്ന് പറഞ്ഞാൽ എന്തായാലും സൈബർ സെല്ല് വന്നു കഴിഞ്ഞാൽ, ഒരു കേസെടുത്തു കഴിഞ്ഞാൽ ആദ്യം മൊബൈലും മറ്റ് സംവിധാനങ്ങളും എന്തൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടോ അതെല്ലാം പിടിച്ചെടുക്കും. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മൊബൈൽ പിടിച്ചെടുക്കാതിരിക്കാൻ നമ്മൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എന്താ? മൊബൈലല്ലേ. അദ്ദേഹം മൊബൈൽ പിടിച്ചെടുക്കാതിരിക്കാൻ വേണ്ടി, പോലീസിൻ്റെ ശ്രദ്ധ തിരിച്ചുവിടാൻ വേണ്ടി ബുദ്ധിപൂർവ്വം കളിച്ചതാണ് ഈ ലാപ്ടോപ്പ് എന്ന് പറയുന്നത്. മണ്ടന്മാരായത് പോലീസൊക്കെയാ. പോലീസും നിങ്ങളെ പോലുള്ള ഒരു മണ്ടന്മാരായത് കാര്യമായിട്ട് ചെയ്തിട്ടുണ്ട്. സംശയമുണ്ടോ? 3-4 ദിവസത്തിനകം അദ്ദേഹം പുറത്ത് വന്നിരിക്കും, അദ്ദേഹത്തിന് പുറത്ത് കൊണ്ടുവന്നിരിക്കും. ഒരു മാറ്റമല്ല. 14 ദിവസം അതൊരു നടപടി മാത്രമാണ്. ഒരു കേസിൽ പെട്ട് കഴിഞ്ഞാൽ റിമാൻഡ് ചെയ്യുന്ന പ്രതിയെ 14 ദിവസം റിമാൻഡ് ചെയ്യുന്നു. അത് നടപടി മാത്രമാണ്. അല്ലാതെ 14 ദിവസം അദ്ദേഹത്തെ ഇട്ടേക്കാൻ ഇപ്പൊ തന്നെ സ്റ്റേഷൻ ജാമ്യം കൊടുക്കേണ്ട കേസാണ്. അതറിയോ? അതിനുള്ള വകുപ്പ് മാത്രമേ ഉള്ളൂ. 3 വർഷത്തിനകത്ത് ശിക്ഷയുള്ള കേസുകളിലെല്ലാം അതായത് സ്റ്റേഷൻ ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളിലാണ് കോടതിയിലേക്ക് പോയത്. രാഹുൽ പറഞ്ഞു, ഞാൻ ഇനിയും എന്താണ് മാങ്കുട്ടിൽ സംസാരിക്കും, ഞാൻ ഈ പറഞ്ഞ എല്ലാ തെളിവ് ഒളിപ്പിക്കും, ലാപ്ടോപ്പ് ഒളിപ്പിക്കും എന്നൊക്കെ പറയുമ്പോഴാണ് ജാമ്യം കിട്ടാതെ പോകുന്നത്. അദ്ദേഹത്തിന് ഒരു ഇരയാക്കിയതല്ലേ. അദ്ദേഹത്തിന് ഒരു ഇരയാക്കി ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയം വെച്ച് രാഹുൽ ഈശ്വറിനെ അകത്താക്കി കഴിഞ്ഞാൽ പിന്നെ ഈ ചർച്ച കുറച്ച് ദിവസം ഇങ്ങനെ അങ്ങ് പോകും. അപ്പോൾ മറ്റുള്ള കാര്യങ്ങൾ ഒരുപാട് മൂടി വയ്ക്കാൻ